മലബാറിൻ്റെ മുസ്ലിം ലീഗിൻ്റെ യുവത്വത്തിൻ്റെ വനിതകളുടെ ചുണക്കുട്ടിയായ ഫാത്തിമ തഹ്ലിയ അദ്ദേഹം MLA ആയിരിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. സമുദായത്തിനും സമൂഹത്തിനും എന്തൊക്കെ ചെയ്യണം, അദ്ദേഹത്തിനുണ്ടായ ആ ഒരു വീക്ഷണം വളരെ പക്വതയോടുകൂടി സമൂഹത്തെ അറിയിക്കുകയാണ്. മെക്ക വഴി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ തലമുറ സംഗമം അധ്യക്ഷത വഹിക്കുന്ന മെക്ക ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടർ A. നിസാറുദ്ദീൻ, അതുപോലെ വേദിയിലുള്ള നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ P. നസീർ സർ, ബഹുമാന്യനായിട്ടുള്ള MA ലത്തീഫ് സാഹിബ്, പ്രിയപ്പെട്ട ഫൈറൂസ് M. ഫാത്തിമ, അതുപോലെ മെക്കയുടെ ദേശീയ കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ അബ്ദുൽ റഷീദ്, മുഹമ്മദ് ആരിഫ് ഖാൻ, ഡോക്ടർ V. നൌഷാദ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷംസീർ PC തുടങ്ങിയിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അവിചാരിതമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ ഈ പരിപാടിയിൽ ഞാനും ഭാഗവാക്കാവുന്നത്. ഇന്നലെ സഭ പിരിഞ്ഞതിന് ശേഷം ഇന്ന് ചില അത്യാവശ്യ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്തത്. അപ്പം അതിനിടയിലാണ് പ്രിയപ്പെട്ട ഷംസീർ എന്നോട് ഇന്നൊരു പരിപാടിക്ക് വരുമോ എന്ന് ആവശ്യപ്പെട്ടത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഒത്തുകൂടുന്നത്. വലിയ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മേഖലയിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുന്ന ഒരു സംഘം എന്നുള്ള അർത്ഥത്തിൽ ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യാൻ കൂടി ആഗ്രഹിക്കുകയാണ്. അർത്ഥവത്തായിട്ടുള്ള വാക്കുകളിലുള്ള പ്രസംഗങ്ങൾ ഇവിടെ കഴിഞ്ഞു. പക്ഷെ എന്നാലും നിങ്ങളുടെ മുന്നിൽ ഞാൻ പോലും എണീറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളുടെ, നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളുടെ, പ്രാർത്ഥനകളുടെ ഫലമായിട്ടാണ് കേരളത്തിൽ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്ന്, ഒരു രാഷ്ട്രീയ സംഘടനയിലൂടെ ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പോലും ഇരിക്കുന്നത് എന്നാണ് കരുതുന്നത്. റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല. അത് എനിക്ക് തോന്നുന്നു കാലങ്ങളായിട്ടുള്ള പല വിഭാഗങ്ങളുടെ ഇടയിലും ലോകോത്തരമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എത്രമാത്രം പൂർണ്ണതയിലെത്തി എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും കാര്യമായിട്ടുള്ള ചിന്തകളും നടക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള ചെറിയ തോതിലെങ്കിലുമുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനെ ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മറ്റെന്തോ തരത്തിലുള്ള വർഗീയതയാണ് എന്നുള്ള രൂപകൽപ്പന ചെയ്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പല ആവശ്യങ്ങൾ പോലും നമ്മളിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. വർഗബോധം, വർഗീയത, ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു രൂപത്തിലേക്ക് പലപ്പോഴും സമൂഹത്തിൽ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് കാണാനോ അതിനനുസരിച്ചിട്ടുള്ള ഇടപെടൽ നടത്താനോ സാധിക്കാറില്ല. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു സംഘടന പോലും രൂപീകരിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഒരു ചെറിയൊരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ഡോക്ടർ BR അംബേദ്കറിനെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളും അതിലെത്രമാത്രം
ദളിത് കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യം കിട്ടുന്നു എന്നുള്ള രൂപത്തിലുള്ള ചർച്ചയൊക്കെ നടക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചർച്ച നടത്തിക്കൊണ്ട് ആ വിഷയത്തിൽ സമരോത്സുകമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനറലി ആയിട്ടുള്ള പൊതു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്രമാത്രം ഇവർക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സെൽഫായിട്ടുള്ളൊരു ചോദ്യം അവരിൽ നിന്ന് തന്നെ ഉയർന്നു. അതായത് നമ്മൾ സമരം ചെയ്യുന്നു, ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് ക്ലെയിം ഉയർത്തുന്നു. പക്ഷെ അതൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ ജനറലി പറയപ്പെടുന്ന അല്ലെങ്കിൽ ജനറലി ഇടപെടേണ്ട പല മേഖലയിൽ നിന്നും തങ്ങൾ തമസ്കരിച്ചു പോകുന്നുണ്ടോ എന്നുള്ള സംശയം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സദസ്സിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡൻറ്റിറ്റി പേര് ജീവിക്കുന്നവരാണ് നമ്മൾ. എല്ലാ തരത്തിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയം മുതൽ ഇങ്ങോട്ട് ആ ഐഡൻറ്റിറ്റി മുറുകെ പിടിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ അത് തങ്ങളുടെ അവകാശമാണ് എന്നുള്ള രൂപത്തിൽ അന്നത്തെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും അതിനുശേഷം ഇന്നേ വരെയുള്ള ദിവസങ്ങളിലും നമ്മളെ പോലെയുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ടായി. പക്ഷെ അപ്പോഴും ഒറ്റയും തെറ്റിയുമായിട്ടുള്ള സാന്നിധ്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എത്ര ആളുകളുണ്ട് അതിനാനുപാതികമായിട്ടുള്ള ഒരു സംവരണം എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ റെപ്രസെൻറ്റേഷനിലേക്ക് പലപ്പോഴും നമ്മൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെല്ലാ മേഖലയിലാണെങ്കിലും ആ രൂപത്തിൽ തീർത്തും റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് സംസാരിക്കുകയും ആ രൂപത്തിലുള്ള കൃത്യമായിട്ടുള്ള അവകാശം നേടിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകളിലൂടെ, പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പുകളുടെ അനിവാര്യത സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മെക്ക എന്നുള്ള പേരിൽ മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ എന്ന് നിങ്ങൾ മെക്ക എന്ന് വിളിക്കുന്ന ഈ സംഘടനയിലൂടെ ഇത്രയും കാലം നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള, നിങ്ങൾ ചലിപ്പിച്ചിട്ടുള്ള, നിങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയൊക്കെ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു, ഓർക്കുന്നു, നിങ്ങളെല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സഭയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തും എന്നുള്ളത് അറിയിക്കുന്നു. ഒപ്പം ഇവിടെ ഒരു സുഹൃത്തു കൂടി ഇരിക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാമിൽ വളരെ മികച്ച ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഫൈറൂസ് എം ഫാത്തിമ, അവരെ ഈ ഒരു സമയത്ത് അഭിനന്ദനം അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും നമ്മൾക്ക് പൊതുമേഖലയിലേക്ക് പൊതുസേവനം നടത്താൻ വേണ്ടി കടന്നു വരട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും നമ്മുടെ സർക്കാർ വന്ന സമയത്തൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം ബഹുമാന്യനായിട്ടുള്ള നസീർ സർ സൂചിപ്പിക്കുകയായിരുന്നു, പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മൈനോറിറ്റി കോച്ചിങ് സെൻ്റർ ഉണ്ട്. അതുപോലെയുള്ള സംവിധാനങ്ങൾ പലപ്പോഴായി പല ഘട്ടത്തിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോഴും ഒന്നുകൂടെ സജീവമാക്കിക്കൊണ്ട് എന്താണോ അതിൻ്റെ അൾട്ടിമേറ്റ് മിഷൻ, ആ മിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരുപാട് മേഖല ഇനിയും നമ്മൾ തൊട്ടറിഞ്ഞുകൊണ്ട് നമ്മളുടെ സാന്നിധ്യം അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മളുടെ റെപ്രസെൻറ്റേഷൻ പരമാവധി രേഖപ്പെടുത്താനും രൂപപ്പെടുത്താനും അതിലൂടെ വരും തലമുറയ്ക്ക് കൂടി ഉചിതമായിട്ടുള്ള രൂപത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടന ക്രമം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ
എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ ഇത്തരമൊരു ചടങ്ങിന് വിളിക്കാൻ യോഗ്യതയുള്ളവരിൽ ഏറ്റവും ലാസ്റ്റ് ആൾ ഞാനായിരിക്കും. കാരണം ഇന്നലെ സാറ് പറയുന്നവരെ ഇങ്ങനെ ഒരു സംഘടന നിലനിൽക്കുന്നെന്നോ അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം പോലും എനിക്ക് അറിയില്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. ഞാൻ ഒരു 6-7 വർഷമായിട്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത് വിമൻസ് കോളേജിൽ. അതിനുശേഷം ഞാൻ പലതവണയായിട്ട് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. ഇതിന് മുൻപ് ഒരു തവണ, അതായത് ആദ്യത്തെ തവണ എഴുതിയപ്പോൾ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു, പ്രിലിംസും മെയിൻസും കടന്നിട്ട്. പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. പിന്നെയും അതിൻ്റെ കൂടെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ കല്യാണം കഴിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഒരുപക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്തൊക്കെയും ഞാൻ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് നിന്നാണ് പ്രിപ്പയർ ചെയ്തത്. ഞാൻ പത്രം വായിക്കുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷേ അതിന് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ സമീപിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒപ്പീനിയൻ ഫോർമേഷനും നടത്തിയിരുന്നു. അതിന് മുൻപ് സ്കൂൾ കോളേജ് സമയത്തൊക്കെ അത്യാവശ്യം വായിക്കുമായിരുന്നു, രാഷ്ട്രീയബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടും പരീക്ഷയോടുള്ള അല്ലെങ്കിൽ കമ്മീഷനോടുള്ള ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി ഞാൻ പല പൊളിറ്റിക്കൽ വാർത്തകളിൽ നിന്നും അകലം പാലിച്ചിരുന്നു. പക്ഷേ പരീക്ഷ പാസ്സായതിനു ശേഷമാണ് ഇന്ത്യയിലുള്ള എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ എത്രത്തോളം താഴ്ന്നിട്ടാണ് സിവിൽ സർവീസ് പോലൊരു പരീക്ഷയിൽ നിന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. ഒരു 15% അല്ലെങ്കിൽ അറൗണ്ട് 15% മുസ്ലിം പോപ്പുലേഷൻ ഉള്ളൊരു രാജ്യത്ത് വെറും 4-5% മുസ്ലിംസ് മാത്രമാണ് സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. നമ്മൾ OBC റിസർവേഷൻ സാറ് പറഞ്ഞ മാതിരി ഹൊറിസോണ്ടലി ഉണ്ടെങ്കിലും അതിനകത്ത് ഓരോ കമ്മ്യൂണിറ്റിയുടെയും വെർട്ടിക്കൽ റിസർവേഷൻ വളരെ കുറവാണ്. ഇനി ഈ 4-5% പോലും ഒരു ടോപ്പ് 100 റാങ്കിൽ വരുന്ന, ഇപ്പോൾ എൻ്റെ റാങ്ക് 708 ഇപ്പോൾ ടോപ്പ് 100 റാങ്കിൽ വരുന്ന ആൾക്കാർ 2-3 പേര് മാത്രമാണ്. അപ്പോൾ ഒരു ഇത്രയും വലിയൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ വൈവിധ്യത്തെ ആഘോഷിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പം എന്നെ റീസെൻ്റ്ലി ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് 50% മുസ്ലിം അല്ലെങ്കിൽ വിമൻ പോപ്പുലേഷനുള്ളൊരു സംസ്ഥാനത്തിൽ നിന്ന് ആദ്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ MLA തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിച്ചാൽ മാത്രമേ ആ വോയിസസ് അവിടെ ഹേർഡ് ആവുള്ളൂ. വി ഹാവ് എ റീസൺ വൈ വി ഹാവ് 33% വിമൻ റിസർവേഷൻ. അതേപോലെ തന്നെ നമുക്ക് ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നും റെപ്രസെൻറ്റേഷൻ ഉണ്ടായാൽ മാത്രമേ പോളിസി മേക്കിങ്ങിലും അത് റിഫ്ലക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ നമുക്ക് വേണ്ട പോളിസീസും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിനായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വേറൊരാളോട് ചെയ്തു തരാൻ പറയാൻ പറ്റില്ല. അതിന് നമുക്ക് NCBC ഉണ്ട്, NCST, NCSC ഒക്കെ ഉണ്ടെങ്കിലും പോളിസി മേക്കിങ്ങിലും ഡിസൈനിങ്ങിലും കൂടി അതായത് ഈ ഡെലിഗേറ്റഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സിവിൽ സർവൻറ്റ് ഫോറമിൽ കൂടി നമുക്ക് ഒത്തിരിയധികം റെപ്രസെൻറ്റേഷൻ വേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇന്ന് ഇതുപോലൊരു സംഘടനയിൽ വിശിഷ്ട അതിഥിയായി ക്ഷണിക്കപ്പെടുമ്പം എനിക്ക് ഈ ഒരു അറിവല്ലാതെ മറ്റ് കാര്യങ്ങൾ, ഈ ഒരു എക്സ്ക്ലൂഷൻ ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, ഇൻക്ലൂഷൻ ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാം. ഇതിനു വേണ്ടി ഇത്തരം സംഘടനകളുടെ പ്രവർത്തനവും അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും വളരെ യൂസ്ഫുൾ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടനകളൊക്കെ ശ്രമിക്കേണ്ടതെന്നും അറിയാം. ഇനി നാളെ ഒരു സിവിൽ സർവൻ്റ് ആയി ജോലിയിൽ പ്രവേശിക്കുമ്പോഴും കുറച്ചധികം റെപ്രസെൻറ്റേഷൻ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ, പോളിസി മേക്കിങ്ങിലും കാര്യങ്ങളിലും ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു രാജ്യം നാളെ ഉണ്ടാവുള്ളൂ എന്നും എനിക്കറിയാം. ബാക്കി കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. എൻ്റെ കൂടുതൽ എക്സ്പീരിയൻസും സിവിൽ സർവീസ് ജേണിയെക്കുറിച്ചാണ്. അതിൽ കുറേ കഷ്ടപ്പെട്ടതും അതൊക്കെയായിരുന്നു എൻ്റെ കഴിഞ്ഞ ഒരു 6-7 വർഷം. ഇനി ഞാൻ പ്രോബബ്ലി സർവീസിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഈ ഭരണഘടനാ മൂല്യങ്ങളും പിന്നെ എൻ്റെ ജേണി കൊണ്ട് ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ, എസ്പെഷ്യലി മുസ്ലിം വിമൻ ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ അതിലേക്കും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത്. ആൻഡ് കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷൻ പറയുമ്പം ഒരു മെജോറിറ്റി റൂൾ ചെയ്യുന്ന ഒരു കൺട്രിയിൽ മൈനോറിറ്റി ആയിട്ട് ജീവിക്കുന്നത് തന്നെ കുറച്ച് കഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റീനെ എംബ്രേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇത്തരം സംഘടനകൾ തരുന്ന ഒരു സപ്പോർട്ടും മൊറാലിറ്റിയും കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഒരുപക്ഷെ പരീക്ഷ പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ ഒരു റാങ്കിലോ എൻ്റെ ഒരു സർവീസിനോ അപ്പുറത്തേക്ക് ഒരു കമ്മ്യൂണിറ്റീനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ്റെ ഒരു വലിയൊരു ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്ത എല്ലാ ആൾക്കാരോടും നന്ദി പറയുന്നു. ആരും ഇവിടെ പ്രസൻറ്റ് അല്ലെങ്കിൽ പോലും കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷന് ഹെൽപ്പ് ചെയ്ത എല്ലാ ആൾക്കാരോടും നന്ദി പറയുന്നു. ഇത്തരം സംഘടനകളുടെ എക്സിസ്റ്റൻസിനോടും അകമഴിഞ്ഞ് കടപ്പെട്ടിരിക്കുന്നു. മറ്റൊന്നും പറയാനില്ല. നന്ദി. അടുത്തതായി മെക്കയുടെ ദേശീയ സെക്രട്ടറി
പ്രൊഫസർ അബ്ദുൽ റഷീദ് സാർ സംസാരിക്കും. അടിച്ചമർത്തപ്പെട്ട സമുദായത്തിൽ നിന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് മുസ്ലിം വിഭാഗം വളരെയേറെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ആ സമൂഹം അല്ലെങ്കിൽ ആ സമുദായം ഉയർന്നു വന്നിരിക്കുന്നു. ഒപ്പം പുതിയ തലമുറയ്ക്കും ഇപ്പോഴത്തെ ജനറേഷനുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമാകട്ടെ. നല്ലൊരു രാഷ്ട്രീയ ജീവിതം, സാമൂഹ്യ ജീവിതം കാഴ്ചവെക്കാൻ നല്ലൊരു നേതൃപാടവത്തോടുകൂടി സമൂഹത്തെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതിനെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.